ബംഗ്ലാദേശ് സ്വദേശിയുടെ കുത്തേറ്റ നടൻ സെയ്ഫ് അലി ഖാൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർക്ക് നന്ദി അറിയിച്ചു. ലീല ആശുപത്രിയിലെത്തിയ ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയെ നടൻ കെട്ടിപ്പിടിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചു. കുത്തേറ്റ നടനെ മകൻ തൈമൂറാണ് ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. മോഷണ ശ്രമത്തിനിടെ കുത്തേറ്റ നടൻ 6 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. നടി നയൻതാരയ്ക്കെതിരായി ധനുഷ് നൽകിയ പകർപ്പവകാശ കേസിൽ കോടതി വിധി പറയാനായി മാറ്റി. മദ്രാസ് ഹൈക്കോടതിയാണ് കേസ് പരിഗണിച്ചത്. വിസ്മയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിസ്മയ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? ഭദ്ര, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കത്തിപ്പടർന്ന ഒരു വിഷയമാണ് ധനുഷ് നയൻതാര തർക്കം എന്നത്. അതായത് ധനുഷിന്റെ കമ്പനി നിർമ്മിച്ച ഒരു സിനിമ, അതായത് ഞാനും റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയിലെ 10 മിനിറ്റ് ദൃശ്യങ്ങൾ നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിലിൽ ഉപയോഗിച്ചതാണ് തർക്കം ഉടലെടുക്കാനുള്ള ഒരു കാരണം എന്നുള്ളത്. അതിൽ ഇന്നാണ് കോടതി വാദമുണ്ടായത്. അതിൽ തന്നെ ധനുഷിന്റെ അഭിഭാഷകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2014 തന്നെ, അതായത് ഈ ഒരു സിനിമയുടെ ദൃശ്യങ്ങളും അതിൽ നയൻതാര ധരിക്കുന്ന ഡ്രസ്സുകൾ ഉൾപ്പെടെ എല്ലാം അവരുടെ പകർപ്പവകാശ നിയമത്തിൽ വരുന്നതാണെന്നും അത് കരാറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നും പറയുന്നു. അതുപോലെ തന്നെ 2015 ഇവരുടെ കമ്പനിയുടെ തന്നെ യൂട്യൂബ് ചാനലിലായി ഈ ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതും കൃത്യമായി കരാറിൽ പറയുന്നുണ്ടെന്നും പറഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയം ആളിക്കത്തുമ്പോൾ ഇതിന്റെ വാദം കോടതി മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഭദ്ര, ശരി, വിസ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. നടി നയൻതാരയ്ക്കെതിരായി ധനുഷ് നൽകിയ പകർപ്പവകാശ കേസിലാണ് കോടതി വിധി പറയാനായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. മദ്രാസ് ഹൈക്കോടതിയാണ് കേസ് പരിഗണിച്ചത്.